ഹലോ എവരിവൺ, വെൽക്കം ടു ടോക്ക്. ഇന്ന് നമ്മൾ ഒരു ടെസ്റ്റ് റൈഡിന് പോവാണ്. എല്ലാവരും എപ്പോഴും എന്നോട് പറയുന്ന കേസാണ്, ബ്രോ എന്തായാലും ടെസ്റ്റ് റൈഡ് ചെയ്യുന്ന വീഡിയോ എങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ റിവ്യൂ ചെയ്യുക. അങ്ങനെ പലരും എന്നോട് പലപ്പോഴും പറയുന്ന കേസാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് തൊട്ട് നമ്മൾ ഇങ്ങനെയുള്ള ഞാൻ ടെസ്റ്റ് റൈഡ് ചെയ്യാൻ പോകുന്നത് ഒരു റിവ്യൂ ആയിട്ട് പറയാം എന്നുള്ളത്. അപ്പോൾ അതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഏറ്റവും ആദ്യത്തെ കാര്യം, ഞാൻ ടെസ്റ്റ് റൈഡാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ റിവ്യൂ എന്ന് പറയുന്നത് ഒരു ടെസ്റ്റ് റൈഡ് ബൈക്കിന് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. അല്ലെങ്കിൽ എനിക്കൊരു ടെസ്റ്റ് റൈഡ് ലഭിക്കുന്ന ടൈം, കിലോമീറ്റർ, ചിലപ്പോൾ ഒരു 10 മിനിറ്റ് 3 കിലോമീറ്റർ ഒക്കെ എനിക്ക് കിട്ടുക. സോ അതിനനുസരിച്ചിട്ടായിരിക്കും എൻ്റെ റിവ്യൂ. ഒരു പ്രോപ്പർ റിവ്യൂ ഒന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ ടെസ്റ്റ് റൈഡിൻ്റെ ഒരു ഫീഡ്ബാക്ക് ആയിരിക്കും ഞാനിങ്ങനെ ചെയ്യാൻ പോകുന്ന വീഡിയോ. പിന്നെ പലപ്പോഴും പല സമയത്തും ടെസ്റ്റ് റൈഡ് ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് വണ്ടി കിട്ടണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ പോലും എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന പോലെയുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും. ഇന്ന് ഓടിക്കാൻ പോകുന്നത് നമ്മുടെ BSAയുടെ ഗോൾഡ് സ്റ്റാർ 650 എന്ന് പറയുന്ന ആ ഒരു സിംഗിൾ സിലിണ്ടർ ആയിട്ടുള്ള 650cc ആയിട്ടുള്ള മോട്ടോർ സൈക്കിളാണ്. വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ് ഞാൻ ആ ഒരു മോട്ടോർ സൈക്കിൾ ഓടിക്കാനായിട്ട്. കാരണം അറിയാലോ, ഒരു സിംഗിൾ സിലിണ്ടർ ആയിട്ടുള്ള 650cc ലോങ് സ്ട്രോക്ക് ആയിട്ടുള്ള ഒരു എഞ്ചിൻ BSAയുടെ ഭാഗത്തു നിന്നാണ്, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസിക് ലെജൻസ് എന്ന് പറയുന്നവരുടെ ഭാഗത്തു നിന്നാണെന്നുള്ള ഒരു കാര്യം ഒഴിച്ച് ബാക്കി എല്ലാ കാര്യം കൊണ്ടും ഞാൻ വളരെയധികം ഇൻട്രസ്റ്റ് ആണ്. പിന്നെ ഇനിയൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ ഒരു റിവ്യൂ കണ്ടിട്ട് ആരും പോയിട്ട് മോട്ടോർ സൈക്കിൾ ഒന്നും വാങ്ങിക്കരുത്. ഞാൻ പറഞ്ഞു, ഇതൊരു പ്രോപ്പർ ആയിട്ടുള്ള റിവ്യൂ അല്ല, എൻ്റെ ടെസ്റ്റ് റൈഡിൻ്റെ ഒരു ഫീഡ്ബാക്ക് മാത്രമായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. ഇനി ഒരു കാര്യം പറയാനായിട്ടുള്ളത്, ഞാൻ ഓടിക്കാൻ പോകുന്ന ബൈക്ക് നിങ്ങൾക്കറിയാം, ടെസ്റ്റ് റൈഡ് എന്ന് പറയുന്ന ഒരു ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ബൈക്കാണ്. സോ ടെസ്റ്റ് റൈഡ് ബൈക്കിൻ്റെ കണ്ടീഷൻ കൂടി നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോൾ എനിക്ക് നല്ല കണ്ടീഷനുള്ള ബൈക്ക് കിട്ടും, ചിലപ്പോൾ അത്രയും നല്ലൊരു കണ്ടീഷൻ ആയിട്ടുള്ള ബൈക്കല്ല കിട്ടുക. എങ്ങനെ വന്നാലും ഞാൻ റിവ്യൂ ചെയ്യുന്നത് എൻ്റെ ടെസ്റ്റ് റൈഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. സോ എനിക്ക് എന്ത് ടൈപ്പ് ഒരു ബൈക്കാണോ കിട്ടുന്നത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഞാൻ റിവ്യൂ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ഷോറൂമിൽ പോയിട്ട് നോക്കാം, ബൈക്ക് ഓടിക്കാൻ കിട്ടുമോ നോക്കാം. ചിലപ്പോൾ ചില ഷോറൂമിൽ കിട്ടാണ്ടൊക്കെ പലതവണ ഞാൻ വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ബാക്കി ടെസ്റ്റ് റൈഡ് കഴിഞ്ഞിട്ട് ഓടിക്കാൻ പോകുന്നതിന് മുൻപ് കുറച്ചധികം കഥകൾ പറയാനുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു നിങ്ങളുടെ അടുത്ത്, സിംഗിൾ സിലിണ്ടർ ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ ആയതിൻ്റെയും പിന്നെ അതിൻ്റെ ലുക്ക്, അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും ഭയങ്കര അട്രാക്റ്റഡ് ആയിരുന്നു ഞാൻ ആ ഒരു മോട്ടോർ സൈക്കിൾ ഓടിക്കാനായിട്ട്. എന്തായാലും ഏറ്റവും ആദ്യത്തെ കാര്യം എനിക്ക് പറയാനായിട്ടുള്ളത്, ഇപ്പോൾ ഞങ്ങളുടെ തൃശ്ശൂർ ഏകദേശം ഒരു 3-4 സ്ഥലങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് SD ജാവ BSA എന്ന് പറയുന്നതിൻ്റെ ഷോറൂം. ആദ്യം ഒരു സ്ഥലത്തായിരുന്നു, മെയിൻ ഒരു ഫോക്കസുള്ള സ്ഥലത്തായിരുന്നു. പിന്നെ അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയി, സിറ്റിയുടെ ഉള്ളിലേക്ക് പോയി. പിന്നെ അവിടെ നിന്ന് വേറെ സ്ഥലം, പിന്നെ വേറെ സ്ഥലം. അങ്ങനെ ഷോറൂം കണ്ടുപിടിക്കാൻ തന്നെ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി. കാരണം ഞാൻ ഏകദേശം 2 വർഷമായിട്ട് ഈ തൃശ്ശൂർ ഭാഗത്തൊന്നും പോയിട്ട് ടെസ്റ്റ് റൈഡ് ചെയ്തിരുന്നില്ല. പ്രത്യേകിച്ച് ജാവയാണെങ്കിലും SD ആണെങ്കിലും. ഞാൻ ഒരു പ്രാവശ്യം എറണാകുളത്ത് നിന്ന്, പിന്നെ ഒരു തവണ വേറെ എവിടെ നിന്നൊക്കെ ചെയ്തിരുന്നത്, ചെന്നൈയിൽ നിന്ന് ചെയ്തു ഒരു പ്രാവശ്യം. സോ അങ്ങനെയൊക്കെയാണ് ടെസ്റ്റ് റൈഡ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം പോയ സ്ഥലത്താണ് ഷോറൂം എന്ന് വിചാരിച്ചു പോയി, അവിടെയല്ല, പിന്നെ വേറെ പോയി. അങ്ങനെ കുറേ ചുറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വയ്യാണ്ടായി. ഗൂഗിൾ മാപ്പിൽ കാണിച്ച സ്ഥലവും തെറ്റി. അവസാനം ഷോറൂമിലേക്ക് വിളിച്ചിട്ടാണ് ഞാൻ പോയി ഷോറൂം എവിടെയാണെന്നുള്ളത് കൺഫേം ചെയ്ത് പോയി. ടെസ്റ്റ് റൈഡ് ചെയ്തില്ല. അതാണ് ഏറ്റവും വലിയ വിഷമമായ, ടെസ്റ്റ് റൈഡ് ചെയ്യാനായിട്ട് അവർ തന്നില്ല. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വണ്ടി എണ്ണം കുറവാണ്. അതുകൊണ്ട് തന്നെ ഉള്ളൊരു വണ്ടി ഡിസ്പ്ലേക്ക് വെച്ചേക്കാണ്. അപ്പോൾ ഡിസ്പ്ലേക്ക് വെച്ച വണ്ടി സ്റ്റാർട്ട് ആക്കിക്കോളാൻ പറഞ്ഞു, പിന്നെ ജസ്റ്റ് കയറി ഇരുന്നോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു, ഇതൊരു ഫസ്റ്റ് ഇംപ്രഷനാണ്. ഒരിക്കലും നിങ്ങൾ ഇതുവരെ എൻ്റെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ആണെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഒക്കെ നമുക്ക് ഈ ഒരു ചാനലിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വിരലിലെണ്ണാവുന്ന വീഡിയോസ് മാത്രമേ ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഞാനിപ്പോൾ ഈ ഒരു മോട്ടോർ സൈക്കിളിനെ കുറിച്ച് പറയാം. ഏറ്റവും ആദ്യത്തെ കാര്യം ലുക്ക് തന്നെയാണ്. ലുക്ക് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഒരു ലുക്കിൽ തന്നെയാണ് മോട്ടോർ സൈക്കിൾ വന്നിരിക്കുന്നത്. അപ്പോൾ ലുക്കിൻ്റെ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്. ഇനി അടുത്തൊരു കാര്യം നോക്കാൻ പോകുന്നത്, നമ്മളിതിൻ്റെ എന്താ പറയുക, മൊത്തത്തിലുള്ള ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് എന്ന് പറയുന്ന കാര്യങ്ങളില്ല. മോട്ടോർ സൈക്കിൾ കാണുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ, അതൊന്നും എനിക്കിപ്പോഴും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ജാവയാണെങ്കിലും SD ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ കാണുന്ന BSA ആണെന്നുണ്ടെങ്കിലും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. വലിയ മാറ്റങ്ങളൊന്നുമില്ല. അവരൊരു സെയിം, എനിക്ക് തോന്നുന്നു സെയിം ഒരു അൽഗോരിതം എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ സെയിം ഒരു പാറ്റേണിൽ തന്നെയാണ് അവരുടെ എല്ലാ മോട്ടോർ സൈക്കിളും ഡെവലപ്പ് ചെയ്യുന്നത്. BSAക്ക് ഒരു സ്റ്റാൻഡേർഡ്, അങ്ങനെയുള്ള ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് അവരുടെ മോട്ടോർ സൈക്കിളിൽ കാണാൻ സാധിച്ചിട്ടില്ല. ഫിറ്റ് ആൻഡ് ഫിനിഷിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ പല സ്ഥലങ്ങളിലുണ്ട്. വയറിങ്ങിൻ്റെ സ്ഥലത്ത്, വെൽഡിങ്, അങ്ങനെ പല സ്ഥലത്തും ചില കാര്യങ്ങളിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും ഭൂരിഭാഗം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ചില എന്താ പറയുക പ്രശ്നങ്ങൾ എന്ന് എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ബാക്കി പല കാര്യങ്ങളും അവരിനിയും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പറയുന്ന രീതിയിലുള്ള വെൽഡിങ്ങിൻ്റെയും അതുപോലെ തന്നെ പല പാർട്സ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി,
വയറിങ്ങിൻ്റെ ക്വാളിറ്റി, അത് കറക്റ്റായിട്ട് ടാപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ, അങ്ങനെ പല സ്ഥലത്തും അവർ ഭയങ്കര വീക്കായിക്കാണ്. ഇനി അടുത്ത കാര്യം ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്, പിന്നെ ഇതിൻ്റെ ലുക്ക്, മൊത്തത്തിലുള്ളൊരു ഓവറോൾ ലുക്ക് നോക്കുമ്പോൾ ഇതെനിക്ക് തോന്നി ഇൻ്റർസെപ്റ്ററിനേക്കാളും വലിപ്പം കൂടിയ ഒരു വണ്ടിയാണോ, വീൽ ബേസ് കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനത് നോക്കിയിട്ടില്ല നെറ്റിൽ. വീൽ ബേസ് കൂടുതലാവാനാണ് ചാൻസ് ഉള്ളത്. സോ അതുപോലുള്ള ഒരു ഫീൽ എനിക്ക് തോന്നി, കാരണം ഇൻ്റർസെപ്റ്ററിനേക്കാളും കുറച്ച് വലിപ്പമൊക്കെ എനിക്ക് തോന്നിയിരുന്നു. പിന്നെ പിന്നെ ഇൻ്റർസെപ്റ്റർ വലിപ്പം ഇല്ലാതെന്ന് ഞാൻ പറയുന്നില്ല, വലിപ്പമൊക്കെ ഉണ്ട്. പക്ഷെ അതിനേക്കാൾ കുറച്ചും കൂടിയും ഒരു വീൽ ബേസ് കൂടുതലാണോ എന്നുള്ളൊരു ഡൗട്ട് മാത്രമാണ് എനിക്കൊരു, ഡൗട്ട് മാത്രമല്ല, ഒരു പ്രത്യേക ഒരു വലിപ്പം മാത്രമാണ് എനിക്കൊരു ഫീൽ വന്നത്. ഇനി അടുത്ത കാര്യം ഇത് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയപ്പോൾ കോൾ സ്റ്റാർട്ട് ആണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ 2 പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്തു. ഏറ്റവും ആദ്യത്തെ കാര്യം തവണ തന്നെ എനിക്ക് മനസ്സിലായി കോൾ സ്റ്റാർട്ട് ആണെന്ന്. സോ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നേരം ഞാൻ ഐഡിയലായിട്ട് വെച്ചിട്ട് ഞാൻ റിവ്യൂ ചെയ്തിട്ട് പോലും എനിക്ക് ഏറ്റവും ആദ്യത്തെ കാര്യം എനിക്ക് അത്രയും ഒരു എന്താ പറയുക, റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനായിട്ട് എനിക്ക് തോന്നിയില്ല. പവർ ആണെങ്കിൽ പോലും നമുക്ക് അത്രയും ഒരു റിഫൈൻ ആയിട്ടുള്ള പവറായിട്ട് സ്റ്റാൻഡ് സ്റ്റില്ല ഞാൻ പറയണ്ട, വണ്ടി നിർത്തിയിട്ടുള്ള കാര്യം ഞാൻ പറയണേ, ആ ഒരു ഇതിൽ എനിക്ക് തോന്നിയില്ല. പിന്നെ വൈബ്രേഷൻ, എൻ്റെ അമ്മോ, നമുക്കറിയാം 650 cc അടുത്തേക്കുള്ള ഒരു മോട്ടോർ സൈക്കിളാണ്, സിംഗിൾ സിലിണ്ടറാണ്, വൈബ്രേഷൻ ഉണ്ടാവും, ലോങ് സ്റ്റോക്ക് ആയിട്ടുള്ള എഞ്ചിനാണ്, അപ്പോൾ വൈബ്രേഷൻ എന്തായാലും ഉണ്ടാവും എന്നറിയാം. പക്ഷെ ഇത് ഭയങ്കരമായിട്ടുള്ളൊരു വൈബ്രേഷനായിട്ട് എനിക്ക് തോന്നി. ഇനി അടുത്തൊരു കാര്യം, നമ്മൾ ശബ്ദത്തിലേക്ക് പോകുമ്പോൾ എഞ്ചിൻ്റെ അവിടുത്തെ ശബ്ദം നോക്കുമ്പോൾ ഒരു ടാപ്പറ്റ് അടിക്കുന്ന പോലത്തെ, അല്ലെങ്കിൽ ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു ശബ്ദവും എനിക്ക് ഫീൽ ചെയ്തു. ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു മോട്ടോർ സൈക്കിൾ ഓടിക്കാതെ പറയാനായിട്ടുള്ള കാര്യങ്ങൾ. ഒരിക്കലും ഞാൻ ഈ പറയുന്ന ജാവ ആണെങ്കിലും എസ് ഡി ആണെങ്കിലും BS ആണെന്നുണ്ടെങ്കിൽ അവരൊരിക്കലും താഴ്ത്തി പറയല്ല. അവർ എന്തെങ്കിലും ഒരു ദിവസം അവർ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ബെറ്ററാക്കി വരണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഒരു ടെസ്റ്റ് റൈഡിന് പോയ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഏറ്റവും ആദ്യം വെയിൽ കൊണ്ട് മടുത്തു, ഷോറൂം കണ്ടുപിടിക്കാൻ വളരെയധികം കഷ്ടപ്പെട്ടു. ഇനി അവർ അടുത്ത ആഴ്ച എങ്ങാനും മോട്ടോർ സൈക്കിൾ ടെസ്റ്റ് റൈഡ് ചെയ്യാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ യൂട്യൂബർ എന്ന് പറയുന്നില്ല, യൂട്യൂബിലേക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്ന ആളാണെന്ന് അവർക്കറിയില്ല. എന്തായാലും അടുത്ത ആഴ്ച വണ്ടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓടിച്ച് നോക്കിയിട്ട് ഞാൻ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. പക്ഷേ എൻ്റെ ഡീറ്റെയിൽ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ, ഞാൻ ഒരിക്കലും ഒരു പ്രോപ്പർ ടെസ്റ്റ് ചെയ്തിട്ടല്ല, എൻ്റെ ടെസ്റ്റ് റൈഡ് ചെയ്തതിൻ്റെ ഒരു ഫീഡ്ബാക്ക് മാത്രമാണ് നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര പറയാനുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ, ചാ.